കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്ക തണലേകും നാഥനെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ഉണ്ടാകും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ഏകാന്തതയിൽ ധാരാളം സമയം പിതാവിനോടൊപ്പം പ്രാർത്ഥനയിൽ ചിലവഴിച്ചിരുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് അദൃശ്യനായ പിതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിലെ അധരമാകുന്ന കതകുകൾ അടച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മുറിയിൽ കടന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവവും പ്രാർത്ഥിക്കുന്നവരും തമ്മിലുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നു. അധരം പൂട്ടി ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. ഇന്ദ്രിയ നിഗ്രഹം ഉണ്ടായാൽ മാത്രമേ ദൈവപിതാവ് നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുകയുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്ക തണലേകും നാഥനെ